ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ടും ടെലഗ്രാമും വാട്സാപ്പും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. വാട്സാപ്പും ടെലഗ്രാമും രണ്ട് ചാറ്റിംഗ് ആപ്ലിക്കേഷൻസാണ്. ഈ രണ്ട് ചാറ്റിംഗ് ആപ്ലിക്കേഷൻസും വേറിട്ടതാവുന്നത് ടെലഗ്രാമിൽ ഒരുപാട് ഇൻലൈൻ ബോട്ടുകളുടെ സേവനമുണ്ട്. അതുപോലെ വാട്സാപ്പ് അങ്ങനെ ഒരു ബോട്ടിൻ്റെയും സേവനമില്ല. എന്ന് മാത്രമല്ല, നമുക്ക് നമ്മളുടെ മെസ്സേജ് സേവ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അങ്ങനെയൊന്നും വാട്സാപ്പിലില്ല. മാക്സിമം 16 MB വരെ നമുക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ പോലും പറ്റുള്ളൂ. ടെലഗ്രാമിലാണെങ്കിൽ 1.5 GB 2 GB വരെ നമുക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഇൻലൈൻ ബോട്ടുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ടെലഗ്രാമിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതേസമയം വാട്സാപ്പിൽ നമുക്ക് അങ്ങനെയുള്ള തരത്തിലുള്ള പ്രത്യേക ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇൻലൈൻ ബോട്ടുകളെ പറ്റി പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ലിങ്കും അതിനെപ്പറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചാറ്റ് എടുക്കുക. ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ചാറ്റ് എടുക്കുക. അതിൽ നമുക്ക് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെയുള്ളതാണ്, കൊള്ളാവോ എന്ന് നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ സിനിമയുടെ IMDb ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ബോട്ടാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. IMDb ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിൽ @IMDb എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുത്ത് നമ്മളൊരു സിനിമയുടെ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലൂസിഫർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൂസിഫർ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ദ ട്രെയിലർ, ആ ട്രെയിലർ ഒരു ലിങ്കായിട്ട് വരും. അത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് IMDbയുടെ സൈറ്റിൽ നിന്ന് ആ ട്രെയിലർ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏത് സിനിമയും നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഒരു ചാറ്റിൽ തന്നെ നമുക്ക് ഇമേജ് എങ്ങനെ സെർച്ച് ചെയ്ത് ഇമേജ് സെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ഇമേജ് വേണോ നമുക്ക് സെർച്ച് ചെയ്യാം. @Bing സ്പേസ് നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഹലോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ലേ, ഹലോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമേജും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ഇമേജ് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബിങ് സ്പേസ് ഗാന്ധിജി എന്ന് കൊടുക്കുമ്പോൾ ഗാന്ധിജിയുടെ ഒരുപാട് ഫോട്ടോസ് നമുക്കിവിടെ കിട്ടും. അതിൽ ഒരു ഫോട്ടോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് സെൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആർക്കാണോ ചാറ്റ് ചെയ്യുന്നത് അയാൾക്ക് ആ ഫോട്ടോ കിട്ടും. അതായത് നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫണ്ണി മീംസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് ഈ ബിങ് സ്പേസ് എന്താണ് ആ കീവേഡ് എൻ്റർ ചെയ്ത് ആ ഇമേജ് എടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോഴപ്പോഴും ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഉപകാരമുള്ളൊരു ബോട്ടാണ്. അതായത് നമ്മൾ ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെളിയിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വിക്കിപീഡിയ സെർച്ചിനെ പറ്റിയാണ്. ഇതിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാം. നമ്മൾ @wiki സ്പേസ് നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ വിക്കി സ്പേസ് മോഹൻലാൽ എന്നാണ് കൊടുക്കുന്നത്. മോഹൻലാൽ എന്ന് കൊടുത്തപ്പോഴത്തേക്ക് മോഹൻലാലിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. അതിൽ ഇൻസ്റ്റൻറ്റ് വ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് വിക്കിപീഡിയ അപ്പം തന്നെ പോപ്പപ്പ് ചെയ്ത് വന്ന് ഫുൾ ഡീറ്റെയിൽസ് നമുക്കതിൽ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റുന്നതായിരിക്കും. എക്സ്റ്റേണൽ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ലാതെ ടെലഗ്രാമിൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണ്. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ നമുക്ക് ഒരു ബുക്ക് വായിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ടെലഗ്രാം വഴിയാണ് ബുക്ക് വായിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിന് നമ്മൾ @PDFOBOT എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് നമുക്ക് ഏത് ബുക്കാണോ വേണ്ടത് അത് നമ്മൾ സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഇപ്പം ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ ബുക്കാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അതിലിപ്പം കറക്റ്റ് ടെക്സ്റ്റിൻ്റെ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഓപ്ഷൻ വരുമ്പോൾ അതിൽ ഗൂഗിൾ ബുക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് അതിൽ ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റും. താഴെ ഒരു സ്ക്രോൾ ബാർ കാണും. അതുവഴി നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോരോ പേജസ് ടേൺ ചെയ്ത് വായിക്കാൻ പറ്റും. അതായത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഈ ടെലഗ്രാം മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ലാഭിക്കാം. അത്രയധികം സ്പേസസ് നമുക്ക് ലാഭിക്കാവുന്നതാണ് ഈ ടെലഗ്രാം മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം കൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ടിപ്സും ട്രിക്സും ടെലഗ്രാമിനെ പറ്റിയും മറ്റ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ളതും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.